ഓരോ എൻട്രൻസ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇതൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ എന്തൊരു പാത്ത് പോയാൻ തോന്നുന്നുണ്ട്. താഴോട്ട് ഒരു അണ്ടർഗ്രൗണ്ടൊക്കെ പോകുന്നുണ്ട്. താഴോട്ട് ഇവിടെ അണ്ടർഗ്രൗണ്ടൊക്കെ പാസേജ് കാണണത് എങ്ങോട്ടാണെന്നുള്ളത് പോയി നോക്കിയാലേ അറിയുള്ളൂ. നല്ല ബാത്റൂമായിട്ട് ആയിരിക്കുമോ, ആയിരിക്കാൻ മതി. കുട്ടികളുടെ ഗെയിം സോണിൻ്റെ സ്ഥലം കേട്ടോ. ഏഴ് എമിറേറ്റ്സുകളിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു നഗരമാണ് ദുബായ്. പക്ഷെ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഉദാഹരണം ദുബായിനെക്കാട്ടി കുറച്ചു എമിറേറ്റ്സ് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് ദുബായ്. അതേപോലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ബിസിനസ്സിനായിക്കോട്ടെ അതേപോലെ റെസിഡൻഷ്യലായിട്ട് തന്നെ ഇവിടെ ജീവിച്ചു പോകുന്നവരുണ്ട്. ഇവിടുത്തെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ ടൂറിസം. ഇവിടെ ഞാൻ 2000-ൽ വന്നിരുന്നു. ഇവിടെ ഇങ്ങനെ നല്ലായിരുന്നു. ഈ വന്ന് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ വിജനായി കിടക്കുന്നത്. പക്ഷെ ഇന്ന് ഇവിടെയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇവിടുന്ന് 10% താഴെ മാത്രമേ ഉള്ളൂ പെട്രോളിയം രംഗത്തിൽ നിന്നുള്ള ഒരു വരുമാനം കിട്ടുന്നത്. അതേപോലെ തന്നെ ദുബായിൻ്റെ പവർ എന്ന് പറയുകയാണെങ്കിൽ നിയമനിർമ്മാണ സഭയിൽ ഏറ്റവും അധികാരമുള്ള 2 സംസ്ഥാനങ്ങളിൽ ഒന്ന് ദുബായിയാണ്. ഇവിടെ മൈക്കിന് ചെറിയ പ്രശ്നമുള്ള കാരണം മൈക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. മൈക്ക് പബ്ലിക്കിൽ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കുഴപ്പമില്ല, സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ്. കുറച്ച് കാലങ്ങൾ കൊണ്ട് സ്ഥിരമായ വളർച്ചയോടെ ദുബായ് ഇന്ന് നഗരമായി ഗൾഫ് രാജ്യങ്ങളുടെ സാംസ്കാരിക വ്യാവസായിക താവളമായിട്ട് മാറുകയായിരുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണാം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.